പാവപ്പെട്ടവരുടെ മുന്തിരിങ്ങ അല്ലേ? പാവപ്പെട്ടവരുടെ മുന്തിരിങ്ങ എന്നാണ് ഇതിന് പറയുന്നത്. ആരാവും പറഞ്ഞു അങ്ങനെ വരുക. ഇന്ന് വിളവെടുപ്പ് വീഡിയോ ആണേ. നമുക്ക് വയലറ്റ് വഴുതനങ്ങ, വയലറ്റ് വഴുതനങ്ങ വിളവെടുപ്പ് കഴിഞ്ഞു. അതിന് വേറെ കുറച്ച് വിളവെടുപ്പും കൂടിയുണ്ട്. അടുത്ത വിളവെടുപ്പ് കോളിഫ്ലവർ 5 തൈയായിരുന്നു നട്ടത്. 5 തൈയാണ് നട്ടത്. 3 എണ്ണം ആയിട്ടുണ്ട്. പറിക്കാറായി അല്ലേ? നമുക്ക് മഞ്ഞ കളറായിട്ടുണ്ട്. പറിക്കാറായിട്ട് ഇനി വിളവെടുക്കാം. നല്ല കട്ടിയാണല്ലോ, കത്തിയോണ്ട് പറ്റില്ലല്ലേ ഒടിച്ചെടുക്കാൻ. കല്യാണ പൊക്ക പോലെ ഉണ്ടല്ലേ. മംഗല്യ സൗഭാഗ്യമേ ഒടിച്ചെടുക്കാം. ഞാൻ ഒരു ഉറപ്പാ ഇവിടെ ഇരിക്കട്ടെ. എന്നാ ഒരു ഉറപ്പതിന്. നല്ല രസം, നല്ല ബൊക്ക പോലെയല്ലേ. ഇന്നത്തേക്കുള്ള വിളവെടുപ്പായി. ഇതിൻ്റെ ഇല മറിച്ച് കോഴിക്ക് കൊടുക്കാം. കോഴിക്ക് ഒടിക്കാൻ പറ്റുന്നില്ല. ചിലർ ഇത് തോരൻ വെക്കൂലേ? പണ്ട് ഞാൻ തോരൻ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരും. പിള്ളേരാരും കഴിക്കില്ലല്ലോ. വെറും 5 തൈയേ നട്ടുള്ളൂ. ഇപ്പോൾ ഓർക്കുക കുറേ നടായിരുന്നെന്ന്. കഴിഞ്ഞ വർഷം നട്ടിട്ട് മുഴുവൻ കോഴി കൊണ്ടുപോയി. ഈ വർഷം അതുപോലെ കോഴി തിന്നുമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യത്തെ കോഴികൾക്ക് എന്തോ അതിൻ്റെ മണം ഇഷ്ടപ്പെട്ടില്ല. അതാന്ന് തോന്നുന്നു തിന്നാത്തത്. കുറച്ച് കൂടുതൽ നടായിരുന്നു. അടുത്ത വർഷം കൂടുതൽ നടാം. വേറെ ഒരു സാധനം നൊസ്റ്റാൾജിയ. പാവപ്പെട്ടവരുടെ മുന്തിരിങ്ങ അല്ലേ? പാവപ്പെട്ടവരുടെ മുന്തിരിങ്ങ എന്നാണ് ഇതിന് പറയുന്നത്. ഇതൊരു തൈ ഉണ്ടായത് ചീരത്തൈ നട്ട കവറായിരുന്നു. തൈ ഉണ്ടായപ്പോൾ ഞാൻ കളയാതെ വെച്ചതാണ്. ചെറുപ്പത്തിൽ ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇത് വേണ്ട. ഇത് കാണാനില്ല. നിങ്ങൾക്കിത് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനം. കാട്ടുമുന്തിരിയോ കാക്കപ്പഴമോ പിന്നെ വേറൊരു പഴം കൂടി ഉണ്ടല്ലോ. വേറൊരു പേരും കൂടി ഉണ്ട് ഇതിന്. കാന്താരിപ്പഴം. കവർ ഇനി അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാം. ചീരയോ പയറോ എന്തെങ്കിലും നടാൻ. നമുക്ക് പൊട്ടറ്റോ കഴിഞ്ഞ ആഴ്ച നട്ട പൊട്ടറ്റോ മുളച്ചു. അപ്പോൾ ഇന്നത്തെ ചെറിയ വിളവെടുപ്പ് ഇവിടെ തീർന്നു കേട്ടോ. സന്ധ്യയായി. പോട്ടെ.